ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ തീയൽ വെക്കാമേ. വറുത്തരച്ച് കറി വെക്കണേന് ഞങ്ങളുടെ നാട്ടിൽ തീയൽ എന്നാണ് പറയുന്നത്. അപ്പം അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ വൃത്തിയാക്കി വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു തേങ്ങ, മുഴുവൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി 2 കഷ്ണം അരിഞ്ഞ് കുഞ്ഞായിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് ചെറു തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ലേശം പുളി, നമ്മുടെ വാളംപുളി, നല്ല പുളിയാണ്, കുരുവൊന്നും ഇല്ലാതെ അലിഞ്ഞ് ചേർന്ന് കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിൽ പൊടികൾ ചേർക്കാം. ഇനിയും ഉണ്ട്. അപ്പോൾ ഇതിനെ ചെറു തീയിലേ നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട്, വെള്ളമൊന്നും ഇല്ലാത്ത ജാറായിരിക്കണം, അതിലേക്ക് ഇത് തട്ടി ഒന്ന് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് കുറച്ച് തേങ്ങ, ഇളം തേങ്ങ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് പൊടി പോലെ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് അരഞ്ഞു വന്നേനെ. എന്നാലും കുഴപ്പമില്ല, ഇത് നല്ലതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം, ചെമ്മീനിലേക്ക്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, പച്ചവെള്ളമല്ല. ഉപ്പിട്ട് പാകത്തിന് നന്നായിട്ട് വെട്ടിത്തിളച്ച്, നിങ്ങൾക്ക് കറി പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കറിയായിട്ട് വയ്ക്കാം. പക്ഷേ ഇത് കുറച്ച് കുറുകിയ ചാറാണ്, നല്ല ടേസ്റ്റ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് കുറച്ച് നമുക്ക് തേങ്ങ വറുത്തെടുക്കണ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി കറിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ കറി എന്താ റെഡിയായി. കണ്ടില്ലേ, കുറുകി വന്നപ്പോൾ അതിൽ ഉള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ തേങ്ങയിലുള്ള എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുകയല്ലേ. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റ, ബൈ ബൈ, സി യു.